അനൂപ് KR കൂടിയുണ്ട്. അനൂപ്, കൂടുതൽ മെഡിക്കൽ ടീം അംഗങ്ങളൊക്കെ വയനാട്ടിലേക്ക് എത്തുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്ന് കൂടുതൽ പേർ അവിടേക്ക് എത്തുകയാണ്. ഒപ്പം തന്നെ 158 മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. മറ്റ് വിവരങ്ങൾ കൂടി അനൂപ് ഏറ്റവും പുതുതായി കൂട്ടിച്ചേർക്കാനുള്ളത്. ഏറ്റവും ഒടുവിൽ ഔദ്യോഗികമായി പുറത്തുവരുന്ന ചില കണക്കുകൾ ഇപ്പോൾ ഇവിടെ നിന്ന് പറയാവുന്നതാണ്. വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൽ 158 മരണങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു എന്നാണ് സർക്കാർ സംവിധാനങ്ങൾ അറിയിക്കുന്നത്. ഇതിൽ 86 പേരെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. 73 പേർ പുരുഷന്മാരും 66 പേർ സ്ത്രീകളുമാണ്. 18 കുട്ടികളും ഈ ദുരന്തത്തിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു പുറത്തു വരുന്നൊരു കാര്യം. അതിൽ തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകളുടെ മക്കൾ ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നു. ഒരു മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല. അത് ചില ശരീരഭാഗങ്ങൾ മാത്രമാണ് ലഭിച്ചത് എന്നും പറയുന്നു. 147 മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 52 മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചതിൽ 42 എണ്ണവും ഇതിനകം പോസ്റ്റ്മോർട്ടം ചെയ്തു. 75 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 213 പേരെയാണ് ദുരന്ത പ്രദേശത്തു നിന്നും ആശുപത്രികളിൽ ഇതിനകം എത്തിച്ചത്. ഇതിൽ 97 പേർ വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നു. 117 പേരെ ചികിത്സയ്ക്ക് ശേഷം ക്യാമ്പുകളിലേക്ക് മാറ്റി. വയനാട്ടിൽ 92 പേരും മലപ്പുറത്ത് 5 പേരുമാണ് ചികിത്സയിൽ ഉള്ളതെന്നും ഇപ്പോൾ ഔദ്യോഗികമായ ചില വിവരങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് വരികയാണ്. ഏതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ ഈ ഔദ്യോഗിക കണക്കുകൾ വന്നതിന് ശേഷവും മൃതശരീരങ്ങൾ മുണ്ടക്കൈ ഭാഗത്തുനിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് ചൂരൽമലയിൽ നിന്ന് ഏതാണ്ട് ഒരു 4 ആംബുലൻസുകൾ ഇപ്പോൾ തന്നെ മുണ്ടക്കയിൽ നിന്ന് മൃതശരീരങ്ങളുമായി ആശുപത്രികളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മരണനിരക്കിന്റെ ഈ ഔദ്യോഗിക കണക്കുകൾക്കപ്പുറത്തേക്ക് അത് ഉയരാൻ തന്നെയാണ് സാധ്യത. അതോടൊപ്പം ഈ രക്ഷാപ്രവർത്തനവും വളരെ കാര്യക്ഷമമായി തുടരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഒരു താൽക്കാലിക പാലം ഈ പുഴയിൽ, ചൂരൽമല പുഴയിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് അതിലൂടെയുള്ള സഞ്ചാരം ഏതാണ്ട് തടസ്സപ്പെട്ട നിലയിലാണുള്ളത്. അതേസമയം തന്നെ ഈ മിലിറ്ററി നിർമ്മിക്കുന്ന ബെയിലി പാലത്തിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നത് ഒരു പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നു. വിവിധ ട്രക്കുകളിലായി ഇപ്പോഴും ഈ ബെയിലി പാലത്തിന് ആവശ്യമായ സാമഗ്രികൾ, മിലിറ്ററി എത്തിക്കുന്ന സാമഗ്രികൾ ഇപ്പോഴും ഇതുവഴിയെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ചൂരൽമലയിലേക്ക്. നാളെ തന്നെ ഉച്ചയോടുകൂടി ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കാനാകുമോ? ബെയിലി പാലം പൂർത്തിയാകുന്നതോടുകൂടി ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പൂർണ്ണതോതിൽ മുണ്ടക്കയിലേക്ക് എത്തിക്കാനും സാധിക്കുമോ? അവിടെ നിന്ന് കുറെ ആളുകളെ നടന്നൊക്കെയാണ് ഇന്ന് പല മൃതദേഹങ്ങളും തിരിച്ചെത്തിച്ചത്. അവിടുത്തെ വിവരങ്ങൾ എങ്ങനെയാണ് അനൂപ് മുണ്ടക്കയിലെ? മുണ്ടക്കയിൽ നിന്ന് ഇപ്പോൾ ഒരു താൽക്കാലിക സംവിധാനത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള അവിടെ നിന്ന് കണ്ടെടുക്കുന്ന മൃതശരീരങ്ങളെല്ലാം ചൂരൽമലയിലേക്ക് എത്തിക്കുന്നത്. അത് റോപ്പ് വഴി നേരത്തെ സൈന്യം നിർമ്മിച്ച ഒരു സംവിധാനം, സജ്ജീകരണത്തിലൂടെയാണ് ഇപ്പോൾ എത്തിക്കുന്നത്. മറിച്ച് മറ്റേ പാലം സ്ട്രക്ചറിലുമെല്ലാം നടന്നു കൊണ്ടുവന്നിരുന്ന ഒരാൾക്ക് നടന്നു പോകാൻ കഴിയുന്ന താൽക്കാലിക പാലം വെള്ളത്തിൽ മുങ്ങിപ്പോയൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റോപ്പ് വഴിയാണ് ഇപ്പോൾ പ്രധാനമായി നടത്തുന്നത്. ഈ ബെയിലി പാലത്തിന്റെ പണി പൂർത്തിയായാൽ മാത്രമാണ് ഒരു സുഗമമായ ഒരു യാത്രാ സംവിധാനം അവിടെ തയ്യാറാവുകയുള്ളൂ. എങ്കിലും ഈ മുണ്ടക്കയിലേക്ക് നമ്മൾ യന്ത്രങ്ങൾ എത്തിക്കുന്നത് ഒരു പ്രധാന തടസ്സം നേരത്തെ നേരിട്ടിരുന്നുവെങ്കിലും ഈ വെള്ളം കുറഞ്ഞ സമയത്ത് JCB ഉൾപ്പെടെ അക്കരയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. മുണ്ടക്കയിലേക്ക് അങ്ങനെ ഒരു JCB എത്തിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ രക്ഷാപ്രവർത്തകർ അവിടെ നടത്തിയത് ഈ കട്ടറെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ വീടിന്റെ മേൽക്കൂര പൊളിച്ചെല്ലാം അകത്ത് കയറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അത് ഇപ്പോൾ മാറിയിട്ടുണ്ട്. JCB ഉപയോഗിച്ചുകൊണ്ടും അവിടെ തിരച്ചിൽ നടത്തുകയാണ്. വലിയ തോതിൽ മണ്ണടിഞ്ഞ് വീണിട്ടുണ്ട്. പല വീടുകൾക്കും, നിരവധിയായ വീടുകൾക്കുമേൽ അവിടെ മണ്ണടിഞ്ഞു വീണിട്ടുണ്ട്. 400ഓളം വീടുകളുള്ള സ്ഥലത്ത് നിലവിൽ ശേഷിക്കുന്നത് 50 വീടുകൾ മാത്രമാണ്. അതുകൊണ്ട് അവിടെ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതൊരു ആവശ്യകതയായി മാറിയിട്ടുണ്ട്. മണ്ണ് നീക്കിയുള്ള പരിശോധനകൾ നടത്തും. അതോടൊപ്പം തന്നെ മൃതശരീര ഭാഗങ്ങൾ കണ്ടെത്താനുള്ള പ്രത്യേക പരിശോധനകൾ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചെല്ലാം നടത്തേണ്ടതുണ്ട്. സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള ആ പ്രവർത്തനങ്ങൾ ഇതുവരെയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ കാര്യക്ഷമമായിട്ടുള്ളൊരു തിരച്ചിൽ പ്രവർത്തനങ്ങളാണ് ആ നിലയ്ക്ക് ആ പ്രദേശത്ത് നടക്കുന്നത്. വിവിധ ആളുകളെ ഇന്ന്
ഇന്ന് രാവിലെ മുതൽ അവിടെ നിന്ന് രക്ഷിച്ച് വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതാണ്ട് 600ഓളം പേരെയാണ് ഇന്ന് മുണ്ടക്കൈ അട്ടമല മേഖലയിൽ നിന്ന് രക്ഷാപ്രവർത്തകർ ചൂരൽമലയിലേക്ക് എത്തുകയും പ്രാഥമിക ചികിത്സ നൽകി പിന്നീട് വിവിധ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും ക്യാമ്പുകളിലേക്കും എല്ലാം മാറ്റിയത്. 48 ക്യാമ്പുകൾ ഇതിനകം വയനാട്ടിൽ ഈ ദുരന്തബാധിത മേഖലകളിലെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടി മാത്രം സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടങ്ങളിലായി നിരവധി ആളുകളാണ്, ഏതാണ്ട് 2600ഓളം ആളുകളെ ഉൾപ്പെടെ അവിടെ ഈ ക്യാമ്പുകളിലേക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ നിന്നായി പൊതുവിൽ മുണ്ടക്കയിൽ നിന്ന് അല്ലെങ്കിൽ പുത്തൂർ മലയിൽ നിന്ന് മാത്രം ഏതാണ്ട് 500-600 പേരെ വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് ഈ കാലവർഷം ശക്തമാവുന്നതിനനുസരിച്ച് ദുരന്ത ഭീഷണി നേരിടുന്ന മറ്റ് മേഖലകളിൽ അതോടൊപ്പം ബാണാസുര സാഗർ റിസർവ് ഡാം തുറന്ന് വെള്ളക്കെട്ടുണ്ടാകുന്ന മേഖലയിൽ നിന്നെല്ലാം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പൊതുവിൽ. അതിനിടെയാണ് ഈ വലിയൊരു ദുരന്തവും ഉണ്ടായത്. ഏതായാലും രക്ഷാപ്രവർത്തനം അതിസുസജ്ജമായ രീതിയിൽ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് വയനാട്ടിൽ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ ശേഷിക്കുന്നയാളെ പോലും ജീവനോടെ രക്ഷപ്പെടുത്താനുള്ള തീവ്ര ശ്രമം ആ രീതിയിൽ വയനാട്ടിൽ പുരോഗമിക്കുകയാണ്. മന്ത്രിതല സംഘം ഈ ജില്ലയിൽ ക്യാമ്പ് ചെയ്താണ്. 5 മന്ത്രിമാരാണ് വയനാട്ടിൽ ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. നാളെ മുഖ്യമന്ത്രിയും എത്തും. ജില്ലാ കളക്ടറേറ്റിൽ അവലോകന യോഗം മറ്റും നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇത് സംബന്ധിച്ച് ഒരു വിശദമായ ഒരു പദ്ധതി അല്ലെങ്കിൽ ഏതെല്ലാം വിധത്തിൽ ഈ ദുരന്തബാധിതർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകണം എന്നതിനെ പറ്റിയുള്ള ഒരു അന്തിമ രൂപമുണ്ടാവുക. ഏതായാലും ഈ ദുരന്തബാധിതരെല്ലാം തന്നെ ക്യാമ്പുകളിലും മറ്റും കഴിയുകയാണ്. അവർക്ക് തിരിച്ചു പോകാൻ വീടുകളില്ല, സ്ഥലമില്ല. 2 ഗ്രാമങ്ങൾ അപ്പാടെ 3 ഗ്രാമങ്ങൾ അപ്പാടെ തുടച്ചു മാറ്റിയ ഈ മഹാദുരന്തത്തിന് ശേഷം വലിയ ആശങ്കയിലും വിഷമത്തിലും സങ്കടത്തിലും എല്ലാം ആണ് ഈ അവശേഷിച്ച രക്ഷപ്പെട്ട എത്തിയവരെല്ലാം തന്നെ. ഏതായാലും അത്തരം കാര്യങ്ങളിലെല്ലാം ഉത്തരവാദിത്വത്തോടുകൂടിയുള്ള സർക്കാർ തല തീരുമാനങ്ങൾ ഉണ്ടാവണം. ഏതായാലും മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തി കാര്യങ്ങൾ പരിശോധിക്കുകയും വിശകലനം ചെയ്യുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുകയാണ്. നാളെ അദ്ദേഹം രാവിലെ തന്നെ ദുരന്തബാധിത മേഖലയിൽ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഏതായാലും പുറത്തുവരുന്ന ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 158 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ഒട്ടേറെ പേരുടെ മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിയാനുണ്ട്. ഇനിയും ഈ പല മേഖലകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അവിടെ നിന്നും ആളുകളെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. ഏതായാലും ഓരോ മേഖലകളും കേന്ദ്രീകരിച്ച് അകപ്പെട്ടു പോകാൻ ഇടയുള്ള സ്ഥലങ്ങളെല്ലാം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ പുഴയോരത്തെല്ലാം മൃതശരീരങ്ങൾ കൂടുതൽ ആഴത്തിലേക്ക് അല്ലെങ്കിൽ താഴ്വാര പ്രദേശങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. നിലമ്പൂർ മേഖലയിൽ നിന്നെല്ലാം അവിടെ കണ്ടെത്തിയ മൃതദേഹങ്ങളുമായി മേപ്പാടിയിലേക്ക് ആംബുലൻസുകൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ആ മേഖലകളിൽ കൂടി തിരച്ചിൽ ശക്തമായി തുടരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ 10-25 കിലോമീറ്ററോളം ഈ തിരച്ചിൽ ഇനിയും ആ രീതിയിൽ വ്യാപിപ്പിക്കേണ്ട സാഹചര്യമെല്ലാം ഉണ്ട്. ഏതായാലും ആ രീതിയിലെല്ലാം തന്നെ സൈന്യത്തിൻ്റെയും വിവിധ സംഘടനകളുടെയും മറ്റും നേതൃത്വത്തിൽ ആ രീതിയിൽ ആ വിധത്തിൽ രക്ഷാപ്രവർത്തനം വയനാട്ടിൽ മുണ്ടക്കയിൽ പുത്തൂർ ഈ ചൂരൽമലയിലെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിത. ശരി, അനൂപ് KR വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കനത്ത മഴ ഇപ്പോഴും അവിടെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അനൂപ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്നലെ ഈ ക്യാമ്പുകളിൽ ഉള്ള ആളുകളുടെ പ്രതികരണം എടുക്കുമ്പോഴും അവർ പറഞ്ഞത് ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടു, പക്ഷേ ക്യാമ്പുകളിൽ നിന്ന് ഞങ്ങൾ എവിടേക്ക് തിരികെ പോകും എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം. സ്വാഭാവികമായും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ മണിക്കൂറുകളിൽ അവരെ അലട്ടുന്ന ഏറ്റവും ഗൗരവതരമായ വിഷയവും അതാണ്. അങ്ങനെ ഒരു ചോദ്യം കൂടി അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ DYFI പോലുള്ള സന്നദ്ധ സംഘടനകൾ 25 വീടുകൾ നിർമ്മിച്ചു നൽകും എന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട്. അത് ഈ ഘട്ടത്തിൽ അല്പമെങ്കിലും ആശ്വാസകരമാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ തവണയൊക്കെ ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ അകപ്പെട്ട മനുഷ്യരെ സംസ്ഥാന സർക്കാർ ചേർത്ത് പിടിച്ചിട്ടുള്ള രീതിയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ അവർക്കുള്ള രക്ഷാകരം ഇനിയും തുടരും എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് കാത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ താൽക്കാലിക പാലം അത് വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്നു. അതിന് സമാന്തരമായി മറ്റൊരു പാലം അവിടെ പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുകയും ചെയ്യുകയാണ്.